ഹലോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ 2 ദിവസം കുറച്ച് പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് ഞാൻ കയറാനുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വരുവാണ്. അപ്പോൾ ടെൻഷനുണ്ടോ എന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ല, പക്ഷെ എന്നാലും എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണെ പോലെ എളുപ്പമായിരിക്കത്തില്ല ഈ സീസൺ. കഴിഞ്ഞ സീസൺ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്കൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ സീസൺ അങ്ങനെ എല്ലാവരും സേഫ് ഗെയിമേഴ്സ് ആയിരുന്നു, പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല. ഈ സീസൺ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സേഫ് ഗെയിം കളിച്ചിരിക്കുന്നത്. അത് എനിക്കൊന്ന് ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് അവർ ചിലപ്പോൾ ഓണായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിലവിലത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഒരു കോമഡി പീസ് പോലെ വരുന്നത് മെയിനായിട്ട് ജിൻഡോ ആണ്. ജിൻഡോ പക്ക ഒരു കോമഡി പീസായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരൻ പക്ഷേ എനിക്ക് അത്രയ്ക്കൊരു മണ്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പക്ഷേ സംസാരിക്കുമ്പോൾ അങ്ങ് പെട്ടെന്നൊരു ഇമ്പൾസിന് സംസാരിക്കുന്നു, ഒന്നും ചിന്തിക്കുന്നില്ല. ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ പുള്ളിക്കാരൻ നല്ലപോലെ പുറത്ത് വരാം. കാരണം പുള്ളിക്ക് ഇപ്പോൾ ഒരു അല്ലെങ്കിൽ കോമഡി പീസ് എന്നുള്ള രീതിയിലൊരു സപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട് പുള്ളിയാണ്ട് ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിജോടെ പറയാൻ നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കൊരു ഗെയിമുണ്ട്, പുള്ളി എന്തെങ്കിലും കളിക്കാൻ നോക്കുന്നുണ്ട് പുള്ളിക്കാരൻ, വെറുതെ ഇരിക്കുമല്ല. പിന്നെ രതീഷ് വന്നപ്പോൾ തൊട്ടുള്ള കോണ്ടന്റ് മേക്കർ തന്നെയാണ് പുള്ളിക്കാരൻ. വന്നപ്പോൾ തൊട്ട് ഇന്ന് വരെ കോണ്ടന്റ് മേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പുള്ളിക്ക് കോണ്ടന്റ് കിട്ടുന്നുണ്ട്. എല്ലാവരെയും വെച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം കോണ്ടന്റ് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോണ്ടന്റ് എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ പുറകിലാണ്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ലവ് ട്രാക്ക് പൊളിക്കാനാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. അത് ജാസ്മിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ അതോ അല്ലെങ്കിൽ ഇവർ ലവ് ട്രാക്ക് കളിച്ച് ഇവർക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നിയിട്ടാണോ എന്തുവാന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ലവ് ട്രാക്ക് പൊളിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചൊറിഞ്ഞ് കുറേ നടക്കുന്നുണ്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പുറകിൽ. മെയിനായിട്ട് ജാസ്മിൻ്റെ പുറകിലാണ്. അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ മിണ്ടാതൊക്കെ ആയിട്ട് ഭയങ്കര അടിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ സിജോ ആണ്. പക്ഷേ സിജോ ഒരു നല്ല ഇടയ്ക്ക് നല്ല ഗെയിമായിട്ടൊക്കെ വന്നിട്ടും പിന്നെ ഇന്നൊക്കെ ഇച്ചിരി നല്ല നെഗറ്റീവായിരുന്നു. ഇന്ന് ഭയങ്കര ജിൻഡോയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ബുള്ളിങ് ചെയ്യുന്നു, ഭയങ്കര ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്നു. പുള്ളിക്കാരൻ എന്തോ വലിയ സംഭവമാണ്, ഭയങ്കരമായിട്ട് എന്തോ ഞാൻ വലിയ രാജാവ് ആ ഉള്ള രീതിയിലേക്ക് പുള്ളി കയറുന്നുണ്ട്. അത് പുള്ളിയുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് മാറ്റി നിർത്തിയ പുള്ളി അത്യാവശ്യം ഗെയിം കാരണം മറ്റുള്ള ഈ പവർ ടീമിൻ്റെ ടാസ്കിനകത്തൊക്കെ പുള്ളി നല്ല പോയിന്റ് എടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തായിരുന്നു. പുള്ളിക്ക് അപ്പോൾ ഒരു കാലിബർ ഉണ്ട്, പക്ഷേ പുള്ളി ഒന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ റോക്കി മിക്കവാറും ഇല്ല വില്ലൻ ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പക്ഷേ റോക്കിയുടെ ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന രീതി അതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ പറയുന്നതാണെങ്കിൽ പുള്ളിക്ക് ഒരു സപ്പോർട്ട് ബേസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പുള്ളിയും ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു നെഗറ്റീവ് ഇമേജ് വരാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ബാക്കി എല്ലാവരും ചുമ്മാ അവിടെ കിടക്കുകയാണ്, അവരെന്തോ ചെയ്യുന്നതെന്ന് അവർക്കൊല്ലണം. പിന്നെ ശ്രീരേഖ എനിക്കൊന്ന് ഭയങ്കര നെഗറ്റീവില് വരുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. ഒട്ടും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഇല്ല. പിന്നെ വേറെ ആരുമില്ല ബാക്കിയെല്ലാം. പിന്നെ നോറ പറയുന്നത് ഒരു ഇമോഷണൽ ക്യൂട്ട് ആ ഒരു ട്രാക്ക് പിടിക്കുകയാണ്. എന്തായി തീരുമെന്ന് കണ്ടറിയണം. പുള്ളിക്കാരത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയത് പറഞ്ഞാൽ നിഷാനയുടെ ഒരു ഇതാണ്. കാരണം അപ്പോൾ നിഷാന ആണ് എനിക്ക് ഏറ്റവും അധികം ഒരു വിഷമം തോന്നുന്നത്. കാരണം കോമണറായിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് ബിഗ് ബോസ് പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറി ചെന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ സിജോ എടുത്ത് പറയാം, എനിക്ക് ഇത്രയും പേർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്നില്ല, ഈ പവർ ടീമൊക്കെ എനിക്ക് ബാധ്യതയായിട്ട് തോന്നുന്നു. അതൊക്കെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ നിന്ന് പറയും. ഇപ്പോൾ സേഫ് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് പോലും ഇന്നവരെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പുള്ളിക്കാരത്തി അപ്പോൾ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നൊരു ചോദ്യചിഹ്നമാവും. അപ്പോൾ ഗെയിം കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടിയെന്ന് എനിക്ക് തന്നെ നല്ലത്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വെറുതെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ദിവസം പോകുന്തോറും നമ്മളവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന കണക്ക് രശ്മി എന്ന് പറഞ്ഞാൽ മറ്റൊരു കോമണറാണ്. പുള്ളിക്കാരത്തി അങ്ങനെ വ്യക്തമായ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. ആകപ്പാടെ രതീഷിൻ്റെ അടുത്ത് 2 തവണ തട്ടിക്കയറുന്ന കണ്ടല്ലാതെ പുള്ളിക്കാരത്തിക്ക് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരത്തി നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. പിന്നുള്ളത് അൻസിബയൊക്കെ അവിടെ പുള്ളിക്കാരത്തി ഇപ്പോൾ ആപ്പിടലെ ഗബ്രിയായിട്ടൊരു വെള്ളം കൊടുക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് വന്നത്, അല്ലാതെ പുള്ളിക്കാരത്തിയായിട്ടൊരു കോണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഏറ്റവും കോമഡി ശ്രീതുവൊക്കെയാണ്. ശ്രീതു എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. പുള്ളിക്കാരത്തിക്ക് മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് സ്ഫുടതയോടെ സംസാരിക്കാനുള്ള ഇതില്ല. പക്ഷെ എന്നിട്ട് ജാൻമണി മലയാളം അറിയത്തില്ലെങ്കിൽ പോലും പുള്ളിക്കാരത്തിക്ക്
പറയേണ്ട പുള്ളിക്കാരത്തിയുടെ സ്റ്റാൻഡും അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഇമോഷൻസും ഒക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാരത്തി ഉള്ള മലയാളം വെച്ചെങ്കിലും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും പുള്ളിക്കാരത്തി ശ്രമിക്കാറുണ്ട്. പക്ഷേ മറ്റേ ശ്രീതു ചുമ്മാ നൽകിയത്, ശ്രീതു ഒന്നും ചെയ്യുന്നില്ല. ശ്രീതു പിന്നെ മറ്റേ ശരണ്യ ഇവരൊക്കെ വന്ന് സേഫ് ഗെയിം കളിച്ചിരിക്കുകയാണ്. അതൊക്കെ പോകും. ഒരു ഡേ 50 തന്നെ ഇവരെല്ലാം പോകുമെന്നാണ് തോന്നുന്നത്. ഇനി ആരെയും ബിഗ് ബോസ് ആയിട്ട് ആരെങ്കിലും കൊണ്ടുപോയിരുന്നാൽ മതി. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടെ എല്ലാവരും നോക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇനിഷ്യൽ ഗെയിം എന്നുള്ള രീതിയിൽ എല്ലാവരും കളിച്ചേക്കുവാണല്ലോ. അപ്പോൾ ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നിട്ട് എന്തൊക്കെ പറയും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ ഗെയിം ഒന്ന് മോഡിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒന്ന് ട്രാക്ക് മാറ്റുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും. ഇന്നത്തെ ദിവസം എന്തോ സുരേഷിൻ്റെ എന്തോ പ്രാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈവിനകത്ത് ആ പ്രാങ്ക് പൊളിഞ്ഞായിട്ടാണ് നമുക്ക് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് തന്നില്ല എനിക്ക് ആ പ്രാങ്ക്. കാരണം സീസൺ 1 സാബുവിൻ്റെ ഒക്കെ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു, കിടിലൻ പ്രാങ്കായിരുന്നു, മറ്റേ ദിയാസനൊക്കെ ഉള്ള. പിന്നെ അതേപോലെ സീസൺ 3 ഡേഞ്ചർ ഫ്രോസിൻ്റെ ഒക്കെ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ഈ സീസണിൽ ഈ പ്രാങ്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. ഇനിയിപ്പോൾ ഒരു പ്രാങ്ക് കൊണ്ടുവന്ന് അത് ഏൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഓൾറെഡി ഒരു പ്രാങ്ക് വന്നുകൊണ്ട് ആൾക്കാർ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ സംഭവിക്കുമ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യും. ഇന്ന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ടോപ്പിക്കാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ എന്തോ അർജുൻ ആദ്യമേ തന്നെ പൊക്കി, പുള്ളിക്കാരൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആദ്യം തന്നെ പൊക്കി. അതുകൊണ്ട് തന്നെയും കുറച്ചൊക്കെ ഒന്ന് ഇതാവുന്ന ഓണായി വന്നെങ്കിലും പക്ഷേ എല്ലാവർക്കും പ്രാങ്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം പൊക്കും ചെയ്തു. പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ മറ്റേ രാംദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളി ഇതെന്തോ വന്ന് അതിൻ്റെ എന്തോ ഞാൻ കണ്ടു, പക്ഷേ അത് ലൈവ് കണ്ടില്ല, അതിന് ഞാൻ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു കോണ്ടൻറ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ ഞാൻ കണ്ടത്. അപ്പോൾ നിലവിൽ ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 6 അവസ്ഥ. അപ്പോൾ ഞാൻ എന്നായിരിക്കും കയറുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഡേ 20 ഡേ 40 ആയിരിക്കും. പക്ഷേ കയറുമ്പോൾ നോക്കാം. എന്തായാലും ഞാൻ ഇതിനകത്ത് വന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ തൊട്ട് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അകത്ത് കയറി എൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ കളികൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ടഫായിരിക്കും. കാരണം എല്ലാവരും കളിക്കുന്നുണ്ട് അതിനകത്ത്. ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റ് ക്രിയേറ്റ്. ഇപ്പോൾ തന്നെ രതീഷ് തന്നെ ഫുള്ള് ലോജിക്കില്ലാത്ത അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കോണ്ടൻറ്റ് അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസൺ പോലല്ല. അതേപോലെ തന്നെ എല്ലാവരും. അപ്പോൾ എന്തായാലും നോക്കാം. എന്തായാലും ഒരു 5-8 ആൾക്കാരുണ്ട് അവിടെ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന. അപ്പോൾ അവർക്കിടയിൽ ചെന്ന് ഒരു സ്പേസ് ഉണ്ടാക്കി നമ്മളതായ രീതിയിലൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും മാക്സിമം നോക്കാം. എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ